ഗായ്സ് ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാനിവിടെ സ്കൂളിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തോ സൂംബയുടെ എന്തോ പ്രാക്ടീസ് ഉണ്ടായി. അപ്പോൾ തേഴ്സ്ഡേത്തെ ലീവ് ആണ്. ലീവ് ആയതുകൊണ്ട് സാറ്റർഡേ ക്ലാസ് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ അമ്മ എണ്ണ പറ്റി തരാണ്. അത് കാച്ചിയെ വെളിച്ചെണ്ണയാട്ടോ. മഴക്കാലമായതിനു ശേഷം മതിലിൽ എവിടെയെങ്കിലുമൊക്കെ ഓരോ ഒച്ചുകളൊക്കെ കാണാണ്ടിരിക്കില്ല. എല്ലാ ദിവസവും ഞാൻ ഓരോ ഒച്ചുകൾ കാണും കേട്ടോ. അപ്പം ഞാനിവിടെ കുളിച്ച് വന്നേക്കാണ്. ഒരു പിങ്ക് ടീഷർട്ടും പിങ്ക് പാൻറ്റും തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പം അതേ പുറത്ത് നല്ല മഴ പെയ്യാൻ വേണ്ടി മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അന്തരീക്ഷം. എനിക്കറിയില്ല മഴ പെയ്യുമെന്ന്, നമുക്ക് നോക്കാം. അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ നഖത്തിൽ കുറച്ച് ചെളി ഉണ്ടായി, ഞാൻ എന്നും കുത്തിക്കളയാറുണ്ട്. അപ്പോൾ ഈ നെയിൽ കട്ടറുടെ ഒരു ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ നഖത്തിലത്തെ ചെളി കുത്തിക്കളയുക. കൈയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനാണ് പോയത്. പൊറോട്ടയും ബീഫ് കറിയും പൂരിയുമാണ് ഉണ്ടായത്. ബീഫ് കറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, കൂടെ ചായയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ചായ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഇത് വേറെ വീഡിയോയിലത്തെ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പൂച്ചേനെ കളിപ്പിക്കാൻ പോയി. ഞാൻ കളിപ്പിക്കല്ല, വാതെല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ടായി. അപ്പം ഞാനവന് ബീഫൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ. അപ്പം ഇവന് എന്നെ കണ്ടപ്പോൾ കാലുമ്മ വന്ന് ഇങ്ങനെ ഉരുത്തും. ഞാനിങ്ങനെ തടവി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നൊരു പൂച്ച ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. ഭയങ്കര വിഷമമായിരുന്നു. ഇവനും വേറൊരു പൂച്ചയുണ്ട് കേട്ടോ. അവള് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. ഇവനാണ് ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവാറ്. അപ്പം ഞാൻ വാതിലടയ്ക്കാൻ പോയപ്പോൾ അവന് വിഷമമായി, അവൻ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളിൽ പോയി തുണി വിരിച്ചു. വേറെ ഒന്നിനുമല്ല, ഞാൻ വീട്ടിലെ മണ്ണുകൊണ്ട് ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ ട്രിങ്കറ്റ് ഡിഷാണ് ഉണ്ടാക്കിയത്. ഇനി ഇത് ഉണങ്ങിയിട്ട് എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോയും ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാണ്ടിരുന്നത്. ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് ഫോൺ പിടിച്ചു തരാൻ വേറെ ആരും ഉണ്ടാവില്ല. ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ വേറെ കുറേ ചേച്ചിമാർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയേണ്ടതിലും പെർഫെക്റ്റ് ആയിട്ട് അവരെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞു തരും. അതിനുശേഷം ഞാൻ ഉണക്കാൻ കൊണ്ട് വെച്ചിട്ട് ഇതെങ്ങനെ വരുന്നോന്ന് എനിക്കറിയില്ല. ടേബിളൊക്കെ ഞാൻ വൃത്തിയാക്കി തുടച്ച് വെച്ചതിന് ശേഷം എനിക്കൊരു ഓൺലൈൻ ഖുർആൻ ക്ലാസ് ഉണ്ടായിട്ടോ. അപ്പം അതിനുശേഷം ഞാൻ അത് കാണാനാണ് പോയത്. ഈ ക്ലാസ് ഫ്രൈഡേയും സാറ്റർഡേ സൺഡേ ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം TV കണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ പോയി പഠിക്കാനിരുന്നു. അപ്പം ഈ ചാപ്റ്റർ ഒന്ന് ഞാൻ കുറച്ച് നേരം വായിച്ചും റിവൈസ് ചെയ്ത് നോക്കാണ്. ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് നോക്കിയാണ്. മുടി കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മെടഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ചുരുണ്ട മുടി ആയിട്ട് നിൽക്കുന്നു. അതായത് നല്ല വോളിയമൊക്കെ ആയിട്ട് മുടി ഇരിക്കുന്നത്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. റിസൾട്ട് അങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അല്ലേ ഒരു ഫ്ലവർ ക്ലിപ്പും പിന്നെ ബാക്കി ആ മെടഞ്ഞിട്ട മുടിയും കാണാൻ നല്ല രസമുണ്ടായിട്ടോ. അങ്ങനെ ഞാൻ ഡിന്നർ കഴിക്കാനാണ് പോയത്. ഡിന്നറിന് നെയ്ച്ചോറും ബീഫ് കറിയും അച്ചാറും ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടിയും TV കണ്ട് സോഷ്യൽ നോട്ട് കുറച്ച് നേരം വായിച്ച് നോക്കി. ചിലതിൻ്റെ ഉത്തരമൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിരുന്ന് പഠിക്കുകയാണ് ഞാൻ. അപ്പോൾ ഗായ്സ് ഇനി നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. നമ്മൾ നേരത്തെ മുടി മെടഞ്ഞോത്. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് മെടഞ്ഞോട്ട് നല്ലതായിട്ട് നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ലൂസായി മെടഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒട്ടും വോളിയം ഉണ്ടായി. വോളിയം ഇല്ലയെന്നല്ല, നോർമൽ ഉണ്ടായിരുന്ന അതേ വോളിയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒമേഗ 3 എടുത്തു. അപ്പോൾ ഇത് ഒരാഴ്ചയായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഞാനിത് ഒരെണ്ണമാണ് ഇന്ന് രാത്രി കഴിക്കാറ്. ഇത് ക്യാപ്സ്യൂൾ പോലെ ആട്ടോ ഇരിക്കുക. അതിനുശേഷം ഞാൻ ഈ ലാക്ടോ കാൽമിൻ്റെ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ കുറച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി പിന്നെ ബ്രഷ് ചെയ്തു. എന്നിട്ട് ഞാൻ മുടിയൊക്കെ മെടഞ്ഞിട്ട് ഇനി പോയി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ഈവനിങ്. മിക്കപ്പോഴും സാറ്റർഡേയിലത്തെ എൻ്റെ ഈവനിങ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ബൈ.